ചർച്ച ചെയ്തിട്ട് അനുരാജ്, എഥനോൾ മിക്സ് ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് എഥനോൾ മിക്സ് ചെയ്യുന്നുണ്ട് സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക പെട്രോളിൽ എന്നുള്ളത് രാജ്യത്തെ ബഹുഭൂരിഭാഗം വാഹനോടകൾ അറിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, ഇതിനു മുമ്പ് ഇത് പരീക്ഷിച്ച രാജ്യങ്ങളുണ്ട്. ബ്രസീൽ ഒരു ഉദാഹരണം, ലോകത്ത് ആദ്യമായിട്ട് ഇത് പരീക്ഷിച്ചതാണ്. അമേരിക്കയ്ക്ക് മുമ്പ് അവർ 1940 ഇത് പരീക്ഷിച്ചിട്ട് എത്രയോ വർഷം കൊണ്ടാണ് അവരത് അതിലേക്ക് മാറിയതെന്ന് അറിയാമോ? അതായത് ഒരേ സമയം തന്നെ ഒരേ പെട്രോൾ പമ്പിൽ E20 പെട്രോളും മറുവശത്ത് പ്യൂർ പെട്രോളും നൽകുന്നു. അതിന് കമ്പാറ്റബിൾ കൊടുത്ത് അത് അടിക്കാം. ഇവിടെ അങ്ങനെയല്ല, ഇത് അടിച്ചേൽപ്പിക്കുകയാണ്, ഒരുതരം ഫാഷിസ്റ്റ് സമീപനം. നിങ്ങൾക്ക് പ്യൂർ പെട്രോൾ 160 രൂപയ്ക്ക് പോയി അടിച്ചോളാനാണ് ഗഡ്കരി പറയുന്നത്. അല്ല, അത് US പറഞ്ഞ 40 തുടങ്ങി 2002 ആയപ്പോഴാണ് അവർ അതിലേക്ക് എത്തിയത്. പക്ഷേ ഇതിൽ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ US പരീക്ഷണം നടത്തി അങ്ങനെ അതിലേക്ക് എത്തിയൊരു സാധനം വീണ്ടും നമ്മൾ 940 അവർ തുടങ്ങി 2022 വരെയുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നടത്തേണ്ട കാര്യമില്ല. ആഗോളതലത്തിൽ തന്നെ ഈ ടെക്നോളജി പരീക്ഷണത്തിന് പ്രശ്നമല്ല. E20 കമ്പാറ്റബിലിറ്റി ഇല്ലാത്ത വണ്ടികളിൽ വേറെ ആൾട്ടർനേറ്റീവ് ഇല്ലാതെ നോക്കൂ അനുരാജ്, E20 കമ്പാറ്റബിലിറ്റി ഇല്ലാത്ത വണ്ടികളിൽ വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല. ഇത് തന്നെ അടിക്കേണ്ടി വരുന്ന നിർബന്ധിതാവസ്ഥ. അതാണ് പ്രശ്നം. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആ ഒരു വിഷയത്തിന്റെ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്ന ഈ ഘട്ടത്തിലാണ്. ഇത് നടപ്പാക്കി കഴിഞ്ഞ ശേഷമാണ്. നടപ്പാക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ചർച്ച ഉണ്ടായിട്ടില്ല. നടപ്പാക്കി അപ്പോൾ ഹിംസ തന്നെ പറഞ്ഞതുപോലെ അതിലേക്ക് വരാം. എല്ലാ വാഹന ഉടമകൾക്ക് ഇതേപ്പറ്റി അറിയില്ലായിരിക്കും, ശരിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഉപയോഗിച്ച് വന്നപ്പോൾ അത് അറിഞ്ഞല്ലോ. അപ്പൊ അറിഞ്ഞപ്പോഴാണല്ലോ പറയുന്നത്. ആ പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല, ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അതിനെ നമ്മൾ ഈ CJP സംഭവമായിട്ട് കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നത് വിജയിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് മാത്രമല്ല, അതിന് ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സാധ്യതയുണ്ട്. അത് ആം ആദ്മി പാർട്ടിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിന്റെ രൂപവും അതിന്റെ സ്വഭാവവും അതിന്റെ ആവശ്യകതയും അതിന്റെ ലക്ഷ്യവും ഒക്കെ മാറുകയാണ്. അത് ടാർഗറ്റ് നിതിൻ ഗഡ്കരി എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ അത് ഒരു മന്ത്രി രാജിവെച്ചു, അതുകൊണ്ട് ഇനി അടുത്ത മന്ത്രി രാജിവെക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തുടർച്ചയായിട്ട് ഇത് മാറും എന്ന് പ്രതീക്ഷിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല.